പൊന്നാനി നഗരസഭയുടെ അനുമതിയോടെ കർമ്മ റോഡ് അരികിൽ സ്വകാര്യ വ്യക്തികൾ നടത്തിയ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കെതിരെ കയ്യേറ്റത്തിന് കേസെടുക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ്. റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ പുഴയോര ഭൂമിയിൽ എക്സിബിഷൻ നടത്തിയതിന് തറവാടക നൽകാൻ എക്സിബിഷൻ നടത്തിപ്പുകാർക്കും കത്ത് നൽകുന്നുണ്ട്. നഗരസഭയാണ് എക്സിബിഷന് അനുമതി നൽകിയിരുന്നത്. എന്നാൽ എക്സിബിഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പുഴയോരത്തെ ഭൂമി റവന്യൂ വകുപ്പിന്റേതാണെന്നും വകുപ്പിന്റെ അനുമതിയില്ലാതെ നടത്തുന്ന പരിപാടി നിർത്തിവെക്കണമെന്നും ചൂണ്ടിക്കാട്ടി റവന്യൂ നോട്ടീസ് നൽകിയിരുന്നതാണ്. എന്നാൽ നഗരസഭയുടെ അനുമതിയുണ്ടെന്ന വാദം പറഞ്ഞാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നത്. ഇതിനുശേഷമാണ് നടത്തിപ്പുകാർക്ക് കുരുക്കിട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് തറവാടക ഈടാക്കാൻ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. വാടക ഉടൻ നിശ്ചയിച്ച ശേഷം നോട്ടീസ് നൽകും. അതേസമയം പ്രദേശത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നഗരസഭ നിർമ്മിച്ച പുഴമുറ്റം പാർക്കും ശുചിമുറി കോംപ്ലക്സുമെല്ലാം കയ്യേറ്റ് ഭൂമിയിലാണെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം. വിവരാവകാശ പ്രവർത്തകൻ പൊന്നാനി സ്വദേശിയായ AK കരീമിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് നടപടിക്കൊരുങ്ങുന്നത്. നഗരസഭ കർമ്മ റോഡ് അരികിൽ നടപ്പാക്കി വരുന്ന വികസന പദ്ധതികൾക്ക് വൻ തിരിച്ചടിയായാണ് റവന്യൂ വകുപ്പിന്റെ നടപടികൾ നീങ്ങുന്നത്. പുഴയോരത്ത് ഭൂമി കയ്യേറിയ ഓരോ കുടുംബങ്ങൾക്കും സ്വീകരിക്കുന്ന അതേ നടപടി തന്നെ അനധികൃത കയ്യേറ്റത്തിന് നഗരസഭയ്ക്കെതിരെയും സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. ഇത്തവണത്തെ ബജറ്റിൽ കർമ്മ റോഡ് അരികിൽ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം ആശങ്കയിലായിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.